നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കധികം. ഓക്കെ, കുറച്ച് ദിവസം കൂടെ, ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് റുട്ടീനിലേക്ക് വരും. ഓക്കെ, കഴിയാറായി ഫസ്റ്റ് ക്ലാസ് ബാച്ച് ടാരോൻ്റെ. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വേഗം ഒരു ഗൈഡൻസ് എടുക്കാം. ഏറ്റവും ബേസിക് ടാരോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ. സോ ഞാൻ ഇന്ന് ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്, കാർഡ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. ഇന്നോ നാളെയോ നിങ്ങൾ കാണുമ്പോൾ എപ്പോഴാണെങ്കിലും ശരി, ഈ വരുന്ന കുറച്ച് ദിവസത്തേക്കുള്ള ഗൈഡൻസ് ആയിരിക്കും. ഓക്കെ, 4 ഓഫ് പെന്റിക്കിൾസ് ഞാൻ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ലേശം ക്ലാസ് പഠിപ്പിക്കുന്ന കാരണം റിവേഴ്സ് കൂടി എടുത്തെടുത്തപ്പോൾ ഒരു അങ്ങനെ എടുക്കാൻ തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് സീ. 4 ഓഫ് പെന്റിക്കിൾസ്, ഡെത്ത് റിവേഴ്സ്, നല്ല കാര്യങ്ങളാണല്ലോ. ഓക്കെ ആയിട്ട് വാവ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളെന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഓപ്പൺ ആവുന്നതായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലൈക്ക് അതിനെ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങുക, എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങളോ എന്ത് തന്നെയായാലും ഓക്കെ, ഐ തിങ്ക് അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങുന്നുണ്ട്. മാത്രമല്ല, ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്ക് ആയിരുന്നിരുന്നെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയാം. ഫൈനാൻഷ്യലി കുറച്ചുകൂടി നിങ്ങൾ സ്പെൻഡിങ് ചെയ്യുന്ന പോലെ. ഓക്കെ, മേ ബി നിങ്ങൾ ഇതുവരെ ഒരു പേടി തോന്നി കാണാം നിങ്ങൾക്ക്, ദാറ്റ് ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവോ, എൻ്റെ കയ്യിലുള്ള നഷ്ടപ്പെടുമോ എന്ന് തോന്നിയിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെയാണ് ഈ കാർഡ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ റിവേഴ്സ് വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങളിത് കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. ആവശ്യത്തിന് ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യുക. അതിനും എല്ലാം നമ്മൾ എപ്പോഴും ഒരു മോഡറേഷനിൽ വെക്കണം, അറിയാലോ. ഓക്കെ, കൂടുതൽ നമ്മൾ പിടിച്ച് എന്താ പറയുക, പിശുക്കി വെക്കാനും പാടില്ല, കൂടുതൽ സ്പെൻഡ് ചെയ്യാനും പാടില്ല. എപ്പോഴും നമ്മൾ എല്ലാത്തിനും നമ്മൾ ആവശ്യത്തിനും വേണ്ടതും ഒക്കെ ചെയ്യാനും മാക്സിമം മാറ്റി വെക്കാൻ രണ്ടും നമ്മൾ എപ്പോഴും ബാലൻസിൽ കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആവുന്നതായിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നതായിരിക്കാം. പഠിക്കാനോ വല്ലതുമായിരിക്കാം ചിലപ്പോൾ കുറച്ച് പേർക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ ഇതുവരെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവുന്നിട്ട് വേണോ ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം. ബട്ട് ഐ തിങ്ക് നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മുടെ പണമാവാം, ഫൈനാൻഷ്യലി മാത്രം ആവണമെന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ട്, ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, എനർജി എന്ത് കൊടുത്താലും ഓക്കെ, എന്ത് നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ സമയം കൊടുത്താലും ശരി, അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് നമ്മൾ വിളിക്കും. അപ്പോൾ ഇവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതുവരെ നിങ്ങൾ എന്തിൽ നിന്നാണോ നിങ്ങളൊന്ന് പുറകോട്ട് നിന്നത്, ഒന്ന് നിങ്ങളെ തന്നെ ഹോൾഡ് ബാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഐഡിയാസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതായിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, ഇവിടെ ഡെത്ത് റിവേഴ്സും ഉണ്ട്. ഡെത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞാലും ഡെത്ത് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്ന രീതിക്കല്ല എടുക്കുക, ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് പറയുക. സോ ഇവിടെ അഗെയിൻ റിവേഴ്സ് വരുമ്പോൾ നമുക്ക് ആ മീനിങ് തന്നെ എടുക്കാം. അതായത് ഒരു പുതിയ, നിങ്ങൾ എന്തോ സ്റ്റക്കായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മാറ്റം. ഓക്കെ, ആ ചേഞ്ചിന് ശേഷമാണ് ഈ ഒരു നല്ല കാര്യങ്ങൾ വരുന്നത്. നിങ്ങളിൽ ഒരു മാറ്റം വന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചില ചേഞ്ചസ് വന്നിട്ടുള്ളതാണ്, നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വന്നിട്ടുള്ളതാണ്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് നിങ്ങൾ അവസാനിച്ചു എന്നാണ് എനിക്ക് കാണുന്നത്. അതിനുശേഷം ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ് അഗെയിൻ നൈറ്റ് ഓഫ് വോൺസ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തിനെ നമ്മൾ പെർസ്യൂ ചെയ്യുക. ഓക്കെ, ആഗ്രഹമുള്ള എന്തെങ്കിലും, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ലൈക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പുതിയ തുടക്കം വരുന്ന പോലെയാണ്. സോ നിങ്ങൾ ഇതുവരെ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു മാറ്റം, ടോട്ടലി ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവസാനിച്ച് കാണാം നിങ്ങളുടെ ലൈഫിൽ നിന്ന്, പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് പുതിയ ബിഗിനിങ് ആണ് വരുന്നത്. സോ വെരി ഗുഡ് ആക്ച്വലി. ഏസ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് ഇവിടെ. ആൻഡ് ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു നല്ല ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലാണ് ചേഞ്ച് മെയിൻലി. ഓക്കെ, മേ ബി നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച് കാണാം. ഓക്കെ, മതി ഞാനിങ്ങനെ ഇരുന്നത്, ഇനി ധൈര്യത്തിൽ ഞാനൊരു ആക്ഷൻ എടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നതാവാം. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ കാർഡ്. എനിക്കെന്തോ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ്. ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ചിലത് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്.
നിങ്ങൾക്ക് നല്ലതല്ലാത്തത്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു നല്ല കാർഡാണ്. പക്ഷെ തിരിഞ്ഞു വരുമ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാത്ത കാര്യങ്ങൾ, ഓക്കെ, അതിനെ നിങ്ങൾ വെട്ടിമാറ്റുന്നതായിരിക്കാം, അതിനെ നിങ്ങൾ മാറ്റുന്നതായിരിക്കാം. ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഇഷ്യൂവിന് ശേഷം പക്ഷെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത്. സോ എപ്പോഴും ചില സമയത്ത് നമ്മൾ പറയും വഴക്കോ തർക്കോ നമ്മൾ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ ചില സമയത്ത് അത് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴേ ചില എനർജി ക്ലിയറിങ് വരുള്ളൂ. കാരണം നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാത്ത കാര്യം അതാണ് ഒഴിഞ്ഞു പോകുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 4 ഓഫ് വാൻഡ്സ് ഉണ്ട്. സോ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്, ഫാമിലി, നല്ലൊരു ജോലി, കരിയർ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, നല്ലൊരു സാലറി, നിങ്ങൾക്ക് മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടാനുള്ള സാധ്യത, നിങ്ങൾ ഈ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ റെക്കഗ്നീഷൻ കിട്ടും എന്നാണ് കാണുന്നത്. ഓക്കെ, സക്സസ് വരും, നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരും എന്ന രീതിക്കാണ് കാണുന്നത്. സോ യെസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അധികം അവസാനിച്ച് പോയിട്ടുണ്ട്, ചിലത് എൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, ബട്ട് അത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയതായിരിക്കാം, നിങ്ങളുടെ എനർജി മാറിയതായിരിക്കാം, നിങ്ങളുടെ ചിന്താഗതികൾ മാറിയതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും, നിങ്ങളുടെ ശീലങ്ങൾ എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തിയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ അത് അവസാനിച്ച് പോയതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും സ്റ്റക്കായി നിന്നിരുന്നെങ്കിൽ അത് അവസാനിച്ച് പോയതായിരിക്കാം. സോ ഓവറോൾ നല്ലൊരു കാര്യമാണ് കാണുന്നത്. പക്ഷെ അത് പോയത് നല്ലതാണ് എന്നാണ് കാണുന്നത്. അവസാനിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ്, അത് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെയാണ് പോയത്. അത് കുഴപ്പമില്ല. ഓക്കെ, അതിനുവേണ്ടി ചില കോൺഫ്ലിക്റ്റും വന്ന് കാണും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിൽ ചിലത് നമ്മൾ പറയില്ലയോ, ചിലത് അവസാനിച്ചാൽ ചിലത് നല്ലത് വരുള്ളൂ എന്ന് പറയും. ചാരിയറ്റ് മൂവ്മെന്റ്. യെസ്, ലവേഴ്സ് ഇവിടെ. ഓക്കെ, റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം കുറച്ച് പേർക്ക് ഇവിടെ. വേൾഡ് ചിലത് അവസാനിച്ചിട്ടുണ്ട്. യെസ്, ചിലത് അവസാനിച്ചു നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ചില സൈക്കിൾസ് ആണ് അവസാനിച്ചത്. അത് ആ എൻഡിങ് ആവശ്യമായിരുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോഴേ ബി ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ചില മാറ്റങ്ങൾ വരുന്നു, ചില പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ചാരിയറ്റ് മൂവ്മെന്റിന്റെ കാര്യമാണ് ഓക്കെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് എന്താ വേണ്ടത്. ആൻഡ് അതിനെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് മെയിൻ ആയിട്ട് അതാണ്. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടാവും. ഓക്കെ, അതിനെ ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആവാനൊന്നും വിടണ്ട. ഓക്കെ, ഒരു കാര്യം, ഒരു ഗോൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, അതിന് നിങ്ങൾ ഫുള്ളി അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഐ തിങ്ക് അതിലും എന്തോ ഒരു ബെറ്റർമെൻറ്റ് വരുന്നുണ്ട്, ഒരു റിയൂണിയൻ വരുന്നുണ്ട്, അത് കാണുന്നുണ്ട്. ബി പ്രിപ്പയർ ടു ബി റിന്യൂഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ക്രൈസിസ്. യെസ്, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ചിലപ്പോൾ ഒരേ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യക്തി ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക്, അല്ലാത്തവർക്ക് നിങ്ങളൊരു ചോയ്സ് എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, തീരുമാനമാണ്. ചാരിയറ്റും തീരുമാനം തന്നെയാണ് ആക്ച്വലി, ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമാണത്. ഇതിലും അതേപോലെയാണ്. ലവേഴ്സും അത് തന്നെ പറയുന്നത്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ലൈഫിൽ, നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം. ഓക്കെ, പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കണോ, മുന്നോട്ട് പോകണോ, ഓക്കെ, അതോ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. എൻ്റെ അതിനുശേഷം റിന്യൂവലാണ് തീർച്ചയായിട്ടും കാണുന്നത്. ഈ ഒരു ഡിസിഷൻ്റെ സമയം അതാണ് നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ, ബട്ട് ഓക്കെ ആവും. ആൻഡ് ചില കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും, ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കും, ശരിയാണ്. ബട്ട് അതിനുശേഷം എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത്, യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സണ്ണും ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഓക്കെ, സോ ഓപ്പൺ യുവർ ഹാർട്ട് ടു എനോർമസ് ഗ്രോത്ത് അഹെഡ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ, ഗ്രോത്ത്, അബണ്ടൻസ് എല്ലാം. ഓക്കെ, ബട്ട് അതിന് യെസ് ചില ചേഞ്ചസ് വരണം. വരാനുള്ളത് നമ്മൾ ആക്ച്വലി യെസ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുക എന്നും പറയും ഈ കാർഡിനെ. ഓക്കെ, മാറ്റങ്ങൾ വരുന്നതിൽ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവസരം കൊടുക്കും നമ്മൾ. ഓക്കെ, പോട്ടെ, ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മാറ്റത്തിന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കും, അതും വിട്ട് കളയുക. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യുക ഒന്ന് ലേശം. പിന്നെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. അതൊരു കാര്യം എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നി. ഫർഗിവ്നെസ് കൊടുക്കുക. ആരെയാ വേണ്ട ചില നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഏതെങ്കിലും ലൈഫിലെ സിറ്റുവേഷൻ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യൂ, ഫർഗിവ് യു. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പോൾ ലേറ്റ് ആണ്. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.